വേറിട്ട ചിന്തയുടെ 122ാമത്തെ എപ്പിസോഡിലേക്ക് പ്രിയ ശ്രോതാക്കളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഗ്രഹിക്കാൻ കഴിയുന്നവർ മാത്രം ഇത് കേൾക്കുക എന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ഞാൻ ചില തിരുവചന സത്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഈ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് നിഷേധിച്ചുകൊണ്ടും ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശു ആദിജാതനാണെന്നും ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നൊക്കെ വാദിക്കുന്നവരുടെ ഒടുവിലത്തെ ഗതികേടിനെയാണ് ഞാൻ മുന്നോട്ട് നിരത്തി വയ്ക്കുന്നത്. അപ്പോൾ അധികം വ്യാഖ്യാനമൊന്നും ഇതിനകത്ത് അവതരിപ്പിക്കുന്നില്ല, ചില വാക്യങ്ങൾ മാത്രം മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വാക്യങ്ങളെ ഗ്രഹിക്കാൻ കഴിവുള്ളവർ വേണം ഇത് കേൾക്കാൻ. ഒരു മനുഷ്യൻ്റെ പ്രസ്താവന മഹത്കരമായി മാറുന്നത് അതിനെ മനസ്സിലാക്കാൻ കഴിവുള്ള ശ്രോതാക്കൾ കിട്ടുമ്പോഴാണ്. അപ്പോൾ ഒരു പരിധി വരെ വേറിട്ട ചിന്തകളെന്ന ഈ പരിപാടി ശ്രദ്ധിക്കുന്നവരുടെ ഇടയിൽ നല്ലൊരു ശതമാനം ആളുകളും ഇത് മനസ്സിലാക്കുന്നവരാണെന്നും അത് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണെന്നും മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ നേരിട്ട് നമുക്ക് വചനത്തിലേക്ക് കിടക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതിയതാണല്ലോ. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സകല സൃഷ്ടിക്കും ആദിജാതൻ ആകുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന സകല സൃഷ്ടിക്കും ആദ്യജാതൻ എന്ന് പറയുമ്പോൾ സൃഷ്ടികളിൽ ഏറ്റവും ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് യേശുവാണ് എന്ന വാദഗതിയിൽ പഠിക്കുന്നവരുണ്ട്, പഠിപ്പിക്കുന്നവരുണ്ട്. ഞാനതിനെ എതിർക്കുന്നില്ല. പക്ഷേ ഞാൻ ചില വാക്യങ്ങളും അതിൻ്റെ ചെറിയ ഒരു ചിന്തയും ഞാൻ മുന്നോട്ട് വയ്ക്കട്ടെ. യേശു ദൈവത്തിൻ്റെ സൃഷ്ടി ആണെങ്കിൽ സൃഷ്ടിയെക്കുറിച്ച് ഇതേ പൗലോസ് തന്നെ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 8-ാം അധ്യായത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കതും കൂടി ഇത് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യമാണ് ഞാൻ ആദ്യം വായിക്കുന്നത്. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഇന്ന സൃഷ്ടി എന്ന് പറയുന്നില്ല, ഒരു വ്യക്തി എന്ന് പറയുന്നില്ല, സൃഷ്ടിയിൽ ഏത് കാറ്റഗറിയിൽ പെട്ടതെന്നൊന്നും പറയുന്നില്ല. ഒറ്റ വാക്കിൽ സൃഷ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. എങ്കിൽ ഇവിടെ ഒരു ചോദ്യം, യേശു ദൈവത്തിൻ്റെ സൃഷ്ടി എങ്കിൽ ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ പറയുന്ന ഈ സൃഷ്ടിയായ യേശുവും ഉണ്ടോ ഇല്ലയോ? ഇല്ല എങ്കിൽ സൃഷ്ടി കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നും യേശു ഒഴിവായിരിക്കുവാനോ ഒഴിവാക്കപ്പെടുവാനോ ഉള്ള കാരണം എന്തായിരിക്കും? കാരണം സൃഷ്ടി കാത്തിരിക്കുന്ന കൂട്ടത്തിൽ സൃഷ്ടിയായ യേശുവും ആ കൂടെ ഉണ്ടായിരിക്കണമല്ലോ. ഇനി യേശു ആ കൂട്ടത്തിലുണ്ട് എന്നാണ് അവകാശപ്പെടുന്നതെങ്കിൽ ദൈവപുത്രന്മാരുടെ വെളിപ്പെടൽ എന്ന് പറയുന്നത് സംഭവം എന്താണ്? അപ്പോൾ മനസ്സിലായി കാണും. ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ സകല സൃഷ്ടിക്കും ആദ്യജാതനായ യേശുവും ഉണ്ടോ ഇല്ലയോ? കാരണം സൃഷ്ടികളിൽ ഒന്നാമൻ യേശു ആണെങ്കിൽ ഒന്നാമനെ മാറ്റി നിർത്തിയിട്ട് ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ലല്ലോ. ശരി, നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് കിടക്കാം. അതിൻ്റെ 20-ാമത്തെ വാക്യമാണ്, സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്വത്തിൽ നിന്നും വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ഇവിടെ പറയുന്ന മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ മായ എന്നൊക്കെ പെൺകുട്ടികളുടെ പേരുണ്ട്, അതല്ലല്ലോ. പിന്നെന്തുവാ? ഒരിക്കൽ മാഞ്ഞു പോകും. ആ ഒരവസ്ഥയ്ക്ക് സൃഷ്ടി കീഴ്പ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ സകല സൃഷ്ടിയുടെയും ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട യേശുവും മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പഠിക്കേണ്ടി വരില്ലയോ? പക്ഷേ മനസ്സിലായി കാണും. സൃഷ്ടിയാണ് മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ
സൃഷ്ടിയായ യേശുവും ഉണ്ടോ ഇല്ലയോ? ഇല്ല എങ്കിൽ സകല സൃഷ്ടികളും മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന കൂട്ടത്തിൽ യേശു മാത്രം ഒഴിവാക്കപ്പെടുവാനുള്ള കാരണം എന്ത്? അല്ല, മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി ആണ്, ഒരു സൃഷ്ടി ആണ് യേശു എങ്കിൽ ആ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരുവന് എങ്ങനെ മനുഷ്യനെ നിത്യതയിൽ ചേർക്കാൻ കഴിയും? മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത വാക്യത്തിലേക്ക് കയറാം. അതിൻ്റെ 39 വാക്യം. ഉയരത്തിലുള്ളതിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിപ്പാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലനോട് പറയുന്നു, യാതൊരു സൃഷ്ടിക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിപ്പാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ സൃഷ്ടിയായ യേശുവിനെ ഒഴിവാക്കി നിർത്തിയിട്ടാണോ പൗലോസ് അപ്പോസ്തലൻ ഈ വെല്ലുവിളി നടത്തുന്നത്, അല്ലെങ്കിൽ തൻ്റെ ഈ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നത്? അപ്പോൾ നമുക്കത് ഇങ്ങനെ ചിന്തിക്കാം. സൃഷ്ടിയായ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കുവാൻ ഒരു സൃഷ്ടിക്കും കഴിയില്ല എന്ന് പറയുന്ന ആ പ്രസ്താവനയിൽ എന്തോ ഗ്രാമർ മിസ്റ്റേക്ക് അല്ലേ? മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ചിന്തയിലേക്ക് കിടക്കാം. അതിൻ്റെ 22 വാക്യമാണ്. സർവ സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റിനോവോടുകൂടെ ഇരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. മനുഷ്യപുത്രന്മാരുടെ വെളിപ്പെടലിന് വേണ്ടി ആകാംക്ഷയോട് കാത്തിരിക്കുന്ന സർവ സൃഷ്ടിയും ആരും അതിൽ നിന്ന് ഒഴിവല്ല. ഒരു സൃഷ്ടിയും, സകല സൃഷ്ടിക്കും മുൻപേ ആദ്യം സൃഷ്ടിക്കപ്പെട്ട യേശുവും, ഇതെൻ്റെ പ്രസ്താവനയല്ല, എൻ്റെ അവകാശവാദമല്ല, സകല സൃഷ്ടിക്കും മുൻപേ സൃഷ്ടിക്കപ്പെട്ടുവെന്ന് നിങ്ങൾ പറയുന്ന യേശുവും മനുഷ്യപുത്രന്മാരുടെ വെളിപ്പെടലിനു വേണ്ടി ഞരങ്ങിക്കൊണ്ട് ഈറ്റുനോവോടെ കാത്തിരിക്കുന്നു. ഞരങ്ങുന്ന ഒരു യേശുവാണോ നിങ്ങളുടേത്? ആരുടേത്? യേശു ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ യേശു ഞരങ്ങുന്ന യേശുവാണോ? അല്ലെന്ന് പറയാൻ മറ്റൊരു വാക്യം കാണിച്ചു തരണം. അതായത് ആദ്യം സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിയായ യേശു ഒഴിവാക്കി നിന്നുകൊണ്ടുള്ള ഒരു കൂട്ടമാണെന്ന് തെളിയിക്കുന്നൊരു വാക്യം നിങ്ങൾ കാണിച്ച് തന്നില്ല എങ്കിൽ യേശു ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനുള്ള ദൈവത്തിൻ്റെ പദവിയെ ഇല്ലായ്മ ചെയ്ത് കാണിക്കുവാൻ ശ്രമിക്കുന്ന പഠിപ്പിക്കലുകാരോടാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ യേശു ഞരങ്ങി ഈറ്റുനോവോടെ കാത്തിരിക്കുകയാണോ? എന്തിനു വേണ്ടി? മനുഷ്യപുത്രന്മാരുടെ വെളിപ്പെടലിന് വേണ്ടി. അപ്പോൾ ഇത്രയും ആശയങ്ങൾ മാത്രം ഞാൻ ഒതുക്കി നിർത്തിയിട്ട് അതിപ്രധാനമായ ആശയത്തിലേക്ക് കയറട്ടെ. റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 25 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഒരു ഗൗരവമേറിയ കാര്യം പറയുന്നു. അതിങ്ങനെയാണ്: ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി തള്ളിക്കളഞ്ഞു. ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി തള്ളിക്കളഞ്ഞു. ആര്? സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. ദൈവത്തിൻ്റെ സത്യം വ്യാജമാക്കി മാറ്റിക്കളഞ്ഞതാരാ? സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചവർ. ഞാൻ ആദ്യം അതിൻ്റെ ഒരു വിശകലനമാണ് നടത്തിയത്. വാക്യം അതുപോലെ വായിച്ച് കേൾപ്പിക്കാം. ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. ആര്? സൃഷ്ടിച്ചവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. അവൻ മാത്രമാണ് വാഴ്ത്തപ്പെട്ടവൻ. അതുകൊണ്ട് സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിക്കാൻ പാടില്ല. അങ്ങനെ ആരാധിച്ചാൽ എന്ത് സംഭവിക്കുന്നു? ദൈവത്തിൻ്റെ സത്യത്തെ അവർ വ്യാജമാക്കി മാറ്റിക്കളയും. അങ്ങനെയെങ്കിൽ നമുക്ക് നേരെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോകാം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ. അവർ അത്യുച്ചത്തിൽ അറക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും
ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. ഇത് യോഹന്നാൻ ആണ് പ്രസ്താവിക്കുന്നത്. യേശു ദൈവത്തിൻ്റെ സൃഷ്ടി എങ്കിൽ സൃഷ്ടിച്ചവനാരാ? ദൈവം, യഹോവയാവാം ദൈവം. അപ്പോൾ യഹോവയാം ദൈവമായ സൃഷ്ടാവിനേക്കാൾ തൻ്റെ സൃഷ്ടിയായ യേശുവിനെ ഇവിടെ ഇതാ ഒരു കൂട്ടർ അത്യുച്ചത്തിൽ, അറക്കപ്പെട്ട കുഞ്ഞാടെന്ന് പറഞ്ഞാൽ യേശുവാണെന്നുള്ളത് സംശയമൊന്നുമില്ലല്ലോ, ഇല്ല, ആ അറുക്കപ്പെട്ട കുഞ്ഞാടായ യഹോവയുടെ സൃഷ്ടി ആയ യേശുവിനെ ഇവർ ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും എല്ലാം അർപ്പിച്ച് ആരാധിക്കുന്നു. ഇനി റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് മടങ്ങി വന്ന് ചേർത്ത് വെച്ചൊന്ന് ചിന്തിക്കാം. അവർ ദൈവത്തിൻ്റെ സത്യത്തെ അവർ മറിച്ചു കളഞ്ഞു, സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ അവർ ആരാധിച്ചു. അങ്ങനെയെങ്കിൽ ഇവിടെ സ്വർഗത്തിൽ നടക്കുന്നത്, അത് എവിടെയാണ് നടക്കുന്നത്? തൊട്ട് താഴത്ത് വാക്യം വായിക്കാം. ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ. അപ്പം പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ വച്ച് തന്നെ അറക്കപ്പെട്ട കുഞ്ഞാടായ പിതാവായ ദൈവത്തിൻ്റെ സൃഷ്ടി ആയ ആ യേശുവിന് മഹത്വവും സ്തുതിയും ബഹുമാനവും ബലവും ശക്തിയും ആരാധനയും എല്ലാം അർപ്പിക്കുമ്പോൾ, ഞാൻ ചോദിക്കട്ടെ, അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതപ്പെട്ട 1:25 പറഞ്ഞത് വ്യാജമായി പോയോ, അതോ ദൈവം അതിനൊരു ഇളവ് വരുത്തിയോ? ഈ പൗലോസ് എഴുതി വെച്ച വാക്യം ദൈവത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ പെട്ടത് അല്ലയോ? മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഇനി ഇതിലൊക്കെ ഏറ്റവും വലിയൊരു ദുഃഖകരമായ ഒരു രംഗമെന്ന് പറയുന്നത്, പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായത്തിൽ അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എല്ലാ മുഴങ്കാലും യേശുവിൻ്റെ മുമ്പിൽ മടങ്ങും, എല്ലാ നാവും അവനെ കർത്താവെന്ന് ഏറ്റു പറയേണ്ടി വരും. മനസ്സിലായി കാണും. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് പഠിച്ചാൽ സൃഷ്ടിയായ യേശുവിനെ വെളിപ്പാട് പുസ്തകത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടെന്ന പേരിൽ മഹത്വവും സ്തുതിയും ബലവും ജ്ഞാനവും എല്ലാം അർപ്പിച്ച് സിംഹാസനത്തിലിരിക്കുന്ന പിതാവിൻ്റെ മുൻപിൽ വെച്ച് ആരാധിക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ സത്യത്തെ മറിച്ച് കളഞ്ഞോ ഇല്ലയോ? നിങ്ങൾക്ക് ഈ വിധ ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ഇത് എല്ലാം ഒറ്റ വാക്കിൽ തീരും. അവൻ സകല സൃഷ്ടിക്കും ആദ്യജാതൻ എന്ന് പറയുന്നത്, ലോകം സൃഷ്ടിക്കുന്നതിന് മുൻപേ മനുഷ്യൻ്റെ വീഴ്ചയെ മുന്നിൽ കണ്ട ദൈവം വീണുപോകുന്ന മനുഷ്യനെ വീണ്ടെടുപ്പാനായി ഒരു കുഞ്ഞാടിനെ അറക്കപ്പെടുവാൻ നിയോഗിച്ച് മാറ്റി നിർത്തി. ആ മാറ്റി നിർത്തലാണ് അഭിഷേകമെന്ന് പറയുന്നത്. പ്രത്യേക ദൗത്യത്തിനു വേണ്ടി നിയോഗിച്ച് മാറ്റി നിർത്തുന്ന അവസ്ഥ അഭിഷേകം. അതുകൊണ്ടാണ് 2-ാം സങ്കീർത്തനം എഴുതുമ്പോൾ, ഞാൻ സിയോനിൽ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. അന്ന് നടന്നിട്ടില്ല, പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ മാറ്റമില്ലാത്ത വിധം ദൈവം അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത്രയ്ക്കും ദൃഢമായതുകൊണ്ട് പറയുകയാണ്, ഞാൻ വാഴിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ മനുഷ്യൻ വീണ് പോകുന്നതിന് മുൻപ് തന്നെ, അതായത് കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, അബ്രഹാമിന് സന്തതി ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അവർ അന്യദേശത്ത് പോയി അടിമവേല ചെയ്യുമ്പോൾ, വിശ്രമമില്ലാതെ അവർ ജോലി ചെയ്യുമ്പോൾ, അവർക്കുള്ള വിശ്രാമം തൻ്റെ സൃഷ്ടിപ്പിൻ്റെ 7-ാമത്തെ ദിവസം തന്നെ മാറ്റി നിർത്തി സൂചിപ്പിച്ചുകൊണ്ട് അവരോട് പറഞ്ഞതുപോലെ, എന്ന് പറഞ്ഞാൽ ജോലിക്ക് മുൻപേ റെസ്റ്റ് കരുതിയവൻ. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇവിടെ ഇതാ മനുഷ്യൻ വീണു പോകുന്നതിന് മുൻപ് തന്നെ അവനെ വീണ്ടെടുക്കുവാനുള്ള പദ്ധതിയെ ആവിഷ്കരിച്ചവൻ. അതുകൊണ്ടാണ് യെശയ്യാപ്രവചനത്തിൽ പറയുന്നത്, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? നമ്മൾ ആരെ അയക്കേണ്ടു എന്നല്ല, ഞാൻ ആരെ അയക്കേണ്ടു. അടുത്ത വാചകം പറയുന്നു, ആർ നമുക്ക് വേണ്ടി പോകും? നമുക്ക് വേണ്ടി. കഴിഞ്ഞ ദിവസം ഏതോ ഒരു സഹോദരി കയറി തൃത്വ പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് ഒരു കമൻ്റ് ഇട്ട്, അവർ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചോ, ആർ നമുക്ക് വേണ്ടി? ആർക്കാ? യഹോവയ്ക്കും ദൂതന്മാർക്കും വേണ്ടിയാ? യഹോവയ്ക്കും കെറൂബികൾക്കും വേണ്ടിയാ? യഹോവയ്ക്കും സിറാഫുകൾക്കും വേണ്ടിയാ? നമുക്ക് വേണ്ടി പോകും. നമുക്ക് വേണ്ടി.
ആരയക്കുന്നത്? ഞാൻ അയക്കും. ഞാൻ ഒരു വ്യക്തി, നമുക്ക് വേണ്ടി ഒന്നിൽ കൂടുതൽ. അതാരാണെന്ന് യെശയ്യാപ്രവചനം 48:16 പറയുന്നു. യഹോവയായ കർത്താവും തൻ്റെ ആത്മാവും എന്നെ അയച്ചിരിക്കുന്നെന്ന് യേശു സാക്ഷ്യപ്പെടുത്തുമ്പോൾ മനസ്സിലായി നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞത് ആരെല്ലാമാണെന്ന്. അയച്ചത് ആരാണ്, ആർ എനിക്ക് വേണ്ടി പോകുമെന്ന് ചോദിച്ചതും ആരാണെന്ന് യെശയ്യാവ് 48:16 പറയുന്നു. അപ്പോൾ ഞാൻ വാക്കുകൂടെ ചുരുക്കട്ടെ. യേശു ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് വരാൻ പോകുന്ന ഗതികേട് ഞാൻ വചനത്തിലൂടെ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. ഇത്രയ്ക്കും വ്യക്തമായി തിരുവചനം വെളിപ്പെടുത്തി സംസാരിച്ചിട്ടും ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് 4 കൊമ്പ് 5 കൊമ്പെന്നൊക്കെ പറഞ്ഞ് വാദിച്ച് നടക്കുമ്പോൾ മനസ്സിലാക്കുക, ഒരിക്കൽ സത്യം വ്യക്തമായി വെളിപ്പെട്ട് കിട്ടിയിട്ടും അംഗീകരിക്കാതെ പോകുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗലാത്യർ 3:1 ഒന്നും കൂടി ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് ആ കെട്ടിൽ നിന്ന് പുറത്തു വന്ന് സത്യവചനത്തെ ഗ്രഹിച്ച് സത്യവചനത്തിൻ്റെ വാക്താക്കളായി സത്യവചനത്തിന് വേണ്ടി നിലനിൽക്കുവാനും, സത്യമായവൻ വരുമ്പോൾ അവൻ്റെ കൂടെ അസത്യമില്ലാത്ത ലോകത്തിൽ നിത്യകാലം വാഴുവാൻ പങ്കാളികളായി തീരുവാൻ ഇടവരട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. വീണ്ടും നമുക്ക് കൂടിക്കാണാം വേറിട്ട ചിന്തകൾ പുതിയ മറ്റൊരു പഠന വിഷയമായി. അതുവരെ ദൈവം നമ്മളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ.